ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കണ്ണൂരപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സംഭവം സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു മിക്സിൻ്റെ ജാറിൽ കുതിർത്ത് വെച്ച് പച്ചരി 1 കപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അതേ കപ്പിൽ തന്നെ 1 കപ്പ് ചോറ്, അതിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിക്കും. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സെയിം കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിൽ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഒരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നേരത്ത് ഇത്തിരി അപ്പക്കാരം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുട്ടെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഓയിൽ ഓരോ കുഴിയിലും ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഓരോ കുഴിയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ നമുക്കൊന്ന് ഫസ്റ്റ് ഒഴിച്ച് കൊടുത്തത് ആ ഒരു ഓർഡറിൽ ഇങ്ങനെ തിരിച്ചിടാം കേട്ടോ. അങ്ങനെ എല്ലാം തിരിച്ചിട്ടുണ്ട്. കുറച്ച് അടിഭാഗം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മൾ 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലേ ഇതൊരു പെർഫെക്റ്റ് കണ്ണൂരപ്പമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളാണ്.